എന്തുകൊണ്ടാണ് എൽദാദിനും മേദാദിനും അന്ന് സമാഗമന കൂടാരത്തിൻ്റെ അകത്ത് വരാൻ കഴിയാതിരുന്നത്? ദൈവം മോശയോട് പറഞ്ഞത്, മോശെ, നീ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുന്നത് കൊണ്ട് ഈ ജനത്തെ നയിക്കുവാൻ വേണ്ടി 70 മൂപ്പന്മാരെ തിരഞ്ഞെടുക്കണം. ദൈവം പറഞ്ഞ ആലോചന പ്രകാരം മോശ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ മോശ 12 ഗോത്രത്തിൽ നിന്നും 5 പേരെ വീതം തെരഞ്ഞെടുത്തപ്പോൾ 12 ഗോത്രത്തിൽ നിന്നും 5 പേരായപ്പോൾ 60 എന്ന് പറയുന്ന സംഖ്യയിലെത്തി. പക്ഷെ ദൈവം പറഞ്ഞത് 60 അല്ല, 70 പേരെ തെരഞ്ഞെടുക്കണം. അപ്പോൾ മോശ പിന്നെയും 12 ഗോത്രത്തിൽ നിന്ന് 5 മാറ്റിയിട്ട് 6 പേരെ വീതം തെരഞ്ഞെടുക്കുവാൻ ഇടയായി. അപ്പൊ 12 ഗോത്രത്തിൽ നിന്ന് 6 പേർ വന്നപ്പോ ഈ ടോട്ടൽ സംഖ്യ എന്ന് പറയുന്നത് 72 പേരായി. 2 പേർ അധികമായിട്ട് വന്നു. ദൈവം മോശയോട് എത്ര പേരെ തെരഞ്ഞെടുക്കാനാ പറഞ്ഞത്? 70 പേരെ. പക്ഷെ മോശ ഇപ്പോൾ 12 ഗോത്രത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തത് കൊണ്ട് 12 ഗോത്രത്തിൽ നിന്നും 6 പേരെ വീതം തെരഞ്ഞെടുത്തപ്പോൾ 72 പേരെ മൊത്തത്തിൽ തെരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഈ ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് ഈ 72 പേര് വന്നപ്പോൾ മോശയ്ക്ക് കൺഫ്യൂഷനായി. മോശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏത് 2 പേരെയാ മാറ്റി നിർത്തേണ്ടത്? കാരണം ദൈവം പറഞ്ഞത് മൊത്തത്തിൽ 70 പേരല്ലേ. അപ്പോ മോശ ഈ 2 കടന്ന് ഞെരങ്ങുകയാണ്. എന്താ ഞെരങ്ങാനുള്ള റീസൺ? 72 പേർ മൊത്തത്തിൽ വന്നു. 2 പേരെ മാറ്റി നിർത്തണോ? ആരെയാണ് മാറ്റി നിർത്തേണ്ടത്? ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്ന് 2 പേരെ മാറ്റി നിർത്തിയാൽ അത് ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹത്തിന് ഇടയായി തീരും. 72 പേരിൽ നിന്ന് 2 പേരെ മാറ്റി നിർത്തിയാൽ ഇത് മനുഷ്യർ തമ്മിലുള്ള കലഹത്തിന് ഇടയായി തീരും. അങ്ങനെ ഒരു സാഹചര്യം മുമ്പിൽ വന്നപ്പോ ഈ എൽദാദും മേദാദും പറഞ്ഞു, ഞങ്ങൾ മുമ്പോട്ട് വരുന്നില്ല, ഞങ്ങൾ സ്വയമേ മാറി നിൽക്കാം. മറ്റൊരു സാധ്യത, ഈ 2 പേരെയും എൽദാദിനെയും മേദാദിനെയും മറ്റേ 70 പേർ ചേർന്ന് മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. 2 സാധ്യതകളാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ സാധ്യത, ഇവർ സ്വയം മാറി നിന്നു. ആരൊക്കെ? എൽദാദും മേദാദും സ്വയം മാറി നിന്നു. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് 70 പേരും ചേർന്നുകൊണ്ട് എൽദാദിനെയും മേദാദിനെയും മാറ്റി നിർത്തി. ആമേൻ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ ശ്രവിക്കുമ്പോൾ നിങ്ങൾ സ്വയം മാറി നിന്നിട്ടുണ്ടെങ്കിലോ, ആമേൻ, മറ്റു പലർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലോ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾ എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ആമേൻ, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. ദൈവം ചില പ്രമാണത്തെ, ദൈവം ചില നിയമത്തെ നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുക.